ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ കൂട്ടുകാർക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നൊരു വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ബാക്കി ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി 3 days ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള കൂട്ടുകാർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം അല്ലേ. ലെറ്റ്സ് ഫൈൻഡ് റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നോക്കിക്കുക മക്കളെ, 3 വെഹിക്കിൾസിലായിട്ട് കുറച്ച് നമ്പേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വെഹിക്കിൾസിലെല്ലാം കംപ്ലീറ്റ് ആണ്. എത്രയ്ക്കാണ് മക്കളെ നമുക്ക് അവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ്? 99, 100, 101 ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതേപോലെ അടുത്ത 2 വെഹിക്കിൾസിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് മക്കൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. നോക്കിക്കേ മക്കളെ, രണ്ടാമത്തെ വെഹിക്കിളിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എത്രയാണ്? 121 ആണ് അല്ലേ. 121 ആണ്. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ കഴിഞ്ഞിട്ടാണ് 121? യെസ്, 120 കഴിഞ്ഞിട്ടാണ് എന്ത്? 121 അല്ലേ. 121 കഴിഞ്ഞിട്ട് ഏതാണ്? 122 ആണ് വരിക അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഇനി ലാസ്റ്റ് വെഹിക്കിൾ നോക്കിക്കേ, 150 ഉണ്ട്, 151ഉം അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 150ൻ്റെ തൊട്ട് മുന്നേയുള്ള സംഖ്യ ഏതാണ്? 149 അല്ലേ. 149 അല്ലേ. 149 ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇതേ രീതിയിലാണ് നിങ്ങൾ അവിടെ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്പേഴ്സ് ഒന്ന് വായിക്കാം അല്ലേ. ഈ രണ്ടാമത്തെ വെഹിക്കിളിൽ ഏതൊക്കെയാണ്? 120, 121, 122 അല്ലേ. അടുത്തത് 149, 150, 151. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. അവിടെ നമുക്കൊരു നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ. ആ നമ്പർ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ നോക്കിക്കുക മക്കളെ, 110, 120, 113 ആണല്ലേ ഉള്ളത്. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 120, 130 കഴിഞ്ഞാൽ 140 അല്ലേ. 150 ആയിരിക്കും അല്ലേ. 140, 150 അല്ലേ. 110, 120, 130, അത് കഴിഞ്ഞാൽ 140, 150 എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ. ഓക്കെ, ഇനി സെക്കൻഡ് പാറ്റേൺ നോക്കിക്കേ. ഫസ്റ്റ് നമ്പർ ഏതാണ്? 160 ആണ് അല്ലേ. പിന്നെ 150 ഉണ്ട്, 140 ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്തത് ഏതായിരിക്കും മക്കളെ? ഇവിടെ നമുക്ക് 10 വീതം കുറഞ്ഞാണ് സംഖ്യകൾ വരുന്നത് അല്ലേ. 160യിൽ നിന്ന് 10 മൈനസ് ചെയ്താൽ എത്രയാണ്? 150 കിട്ടും. 150യിൽ നിന്ന് വീണ്ടും 10 മൈനസ് ചെയ്താൽ 140 കിട്ടും. 140യിൽ നിന്ന് 10 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 130 അല്ലേ. 130. അതിൽ നിന്ന് വീണ്ടും 10 പോയ എത്രയാണ്? 120 അല്ലേ. 120 എന്ന് കിട്ടും. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എന്താണ്, ഫസ്റ്റ് പാറ്റേണും സെക്കൻഡ് പാറ്റേണും രണ്ടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് അല്ലേ. എന്താണ്, ഫസ്റ്റത്തെ പാറ്റേണിൽ 10 വീതം എന്ത് ചെയ്യാണ്? ആഡായി വരികയാണ് അല്ലേ. ആ സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് താഴെയും തന്നിട്ടുള്ളത്. പക്ഷെ അവിടെ എന്താണ്, 10 കുറഞ്ഞാണ് വരുന്നത് അല്ലേ. ആദ്യത്തേത് 110, 120, 130, 140, 150 അല്ലേ. സെക്കൻഡ് 160, 150, 140, 130, 120 അല്ലേ. രണ്ടും സെയിം പാറ്റേൺ തന്നെയാണ്. രണ്ടും വ്യത്യസ്ത രീതിയിലാണ് തന്നത് എന്ന് മാത്രം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കിക്കേ. ലെറ്റ്സ് ഡ്രോ ദി മാച്ചിങ് ലൈൻസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ. കൂട്ടുകാർ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേഗം ആൻസർ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് മനസ്സിലൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മാച്ച് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റുള്ള ഇത് നമുക്ക് ഏതിനോട് മാച്ച് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോളിൻ്റെ ഷേപ്പുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ ബോളിൻ്റെ ഷേപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് ഏതിലോട്ട് വരും? ബിസ്ക്കറ്റിലോട്ട് വരും. അടുത്തത് എവിടേക്ക് വരും? നമ്മുടെ കോർക്കിൻ്റെയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ടിന്നില്ല, അതിൻ്റെ ഒരു ഷേപ്പിലോട്ട് വരും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂലേ. അപ്പോൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മാത്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ആണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുവരാറുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് തെറ്റിപ്പോവാനും സാധ്യത ഏറെയുള്ള ഒരു വിഷയമാണ് മാത്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒന്നാമത്തെ പാർട്ട് തെറ്റിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ പാർട്ടുകളൊക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ.
ഹൂ ഈസ് നെക്സ്റ്റ്. അവിടെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്, ചിത്ര പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള 3 ഷേപ്സും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് അല്ലേ. റെക്റ്റാങ്കിള്, സർക്കിള്, അതുപോലെ തന്നെ ട്രയാങ്കിള് അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലാണ് എന്തുള്ളത്, ട്രയാങ്കിൾ ഉള്ളത്, ഈ ഒരു വശത്താണ് സർക്കിൾ ഉള്ളത്. അടുത്തത് സെയിം റെക്റ്റാങ്കിൾ തന്നെ, ഈ ഒരു സൈഡിലുള്ള റെക്റ്റാങ്കിൾ എവിടേക്ക് എത്തി, തൊട്ട് മുകളിലോട്ടെത്തി. ഇവിടെയുള്ള സർക്കിൾ എവിടെ എത്തി, താഴേക്ക് എത്തി അല്ലേ. നെക്സ്റ്റ് പിക്ചറിൽ നോക്കൂ, ഈ സൈഡിലുള്ള ട്രയാങ്കിൾ ഇവിടോട്ടെത്തി, അതുപോലെ തന്നെ ഇവിടെയുള്ള സർക്കിൾ എന്ത് ചെയ്തു, തൊട്ടടുത്ത സൈഡിലോട്ട് എത്തി അല്ലേ. എങ്കിൽ അടുത്ത പിക്ചർ എങ്ങനെയായിരിക്കും മക്കളെ, റെക്റ്റാങ്കിൾ അതേപോലെ തന്നെ അല്ലേ. റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിൾ ഇവിടെ നിന്നിട്ട് എവിടേക്ക് പോകും, തൊട്ടടുത്ത പൊസിഷനിലോട്ടില്ലേ, അത് താഴേക്ക് പോകും. ഈ സർക്കിൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത പൊസിഷനായിട്ടുള്ള ഇവിടേക്ക് പോകും അല്ലേ. ഓക്കെ, അപ്പം നമുക്കവിടെ കറക്റ്റ് ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിൽ മക്കൾ കറക്റ്റ് ഏതാണോ ആ ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാ മക്കൾ നമ്മൾ വരച്ച പോലത്തത് വരുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. മക്കൾക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ സപ്പോർട്ടിങ് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർക്കുള്ള, അതായത് നമ്മുടെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ റെഡി ആവാനായിട്ട് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം പഠിക്കുന്ന ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന, നിങ്ങളുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മന്ത്ലി നിങ്ങൾക്ക് 89 റുപ്പീസാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടീച്ചർ നേരത്തെ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, മെസ്സേജ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നേ. സർക്കിൾ ദി ഓഡ് വൺ. ഓഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തിയിട്ട് അതിനെ സർക്കിൾ ചെയ്യാനാണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ മാച്ച് ചെയ്തില്ലായിരുന്നോ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് അവിടെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓടായിട്ട് നിൽക്കുന്നത്, അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളെ കണ്ടെത്തിയിട്ട് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, അതിലേതാണ് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ തീപ്പെട്ടിയുടെ കൂടുണ്ട്, സോപ്പിൻ്റെ ഒരു കട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതിലേതാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് മക്കളെ. മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ടീച്ചർ 4നും ഓരോ ഓപ്ഷൻസ് ചെയ്താൽ എ, ബി, സി, ഡി, ഇതിലേതാണ് ഒറ്റപ്പെട്ട് ഓഡ് വൺ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. ഓപ്ഷൻ ഏതാണെന്നുള്ളതും എഴുതുക. അതോടൊപ്പം തന്നെ അത് പറഞ്ഞ് നിങ്ങളുടെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഏതാണ്, യെസ്, ഓപ്ഷൻ ഡി ആണ് എന്ത്, അതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് അല്ലേ. അതിലൊറ്റപ്പെട്ടത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും ഒരു ഷേപ്പ് നോക്കിക്കേ മക്കളെ, ഒരേപോലെയാണ് അല്ലേ. പക്ഷേ ചോക്ലേറ്റിൻ്റെത് അങ്ങനെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്കുള്ള പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.